ഞാൻ എൻ്റെ സ്കിൻ കെയർ ജേർണി തുടങ്ങിയ പിന്നെ ഏറ്റവും കൂടുതൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇതിങ്ങനെ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കും തീർന്നതിന് മുമ്പായിട്ട് തന്നെ. അപ്പോൾ പ്രൊഡക്റ്റ് വന്നിട്ട് വേറെ ഒന്നുമല്ല, പ്ലമ്മിൻ്റെ ടോണറാണ്. ക്യാമമൈൽ ആൻഡ് വൈറ്റ് ടീ കാമിങ് ആൻറ്റി ഓക്സിഡൻറ്റ് ടോണർ വിത്ത് വൈറ്റമിൻ B3. അപ്പോൾ ഇവർ വെബ്സൈറ്റിലൊക്കെ കൊടുത്തേക്കുന്നത് നോർമൽ ഡ്രൈ കോമ്പിനേഷൻ സ്കിന്നിന് പറ്റുള്ളൂ എന്നാണ്. പക്ഷേ എൻ്റെ ഓയിലി സ്കിന്നാണ്, സെൻസിറ്റീവ് സ്കിന്നാണ്. ഞാനിത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഞാനിത് ട്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് പ്ലമ്മിൻ്റെ ഒരു ഗ്രീൻ ടീ വേരിയൻ്റ് ഉണ്ടല്ലോ ടോണർ, അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതെനിക്ക് ഒട്ടും അങ്ങനെ വർക്കായില്ല. എൻ്റെ സെൻസിറ്റീവ് സ്കിന്നിന് അത് ഭയങ്കരമായിട്ട് ഹാഷായിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിരുന്നു. എന്നെ ഒരു ചെറിയൊരു എരിച്ചിൽ പോലെയൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാനത് ഡിസ്കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചതാണ്. ശരിക്കും ആ ഗ്രീൻ ടീ വേരിയൻ്റാണ് അവർ ഓയിലി ആക്നി പ്രോൺ സ്കിന്നിനായിട്ട് പറയുന്നത്. പക്ഷേ ഞാൻ രണ്ടും യൂസ് ചെയ്തപ്പോൾ എനിക്ക് വർക്കായത് ഈ ഒരു വൈറ്റ് ടീ ടോണറാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ വളരെ ജെൻറ്റിലാണ്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു സൂത്തിങ് ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, സെൻസിറ്റീവ് സ്കിന്നിനും യൂസ് ചെയ്യാം. ഇതിനകത്ത് ചെറിയ രീതിയിൽ ഫ്രാഗ്രൻസ് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഫ്രാഗ്രൻസ് ഏറ്റവും അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുമ്പോഴത്തേനും ഏറ്റവും ആദ്യം കാണുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കും ആ ഒരു പ്രൊഡക്റ്റിൽ ഏറ്റവും കൂടുതൽ അളവിലുണ്ടാവുക. അതിങ്ങനെ ഓരോന്ന് കഴിയും തോറും അതിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ലാസ്റ്റാണ് ഫ്രാഗ്രൻസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് ഭയങ്കര മൈൽഡായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ളൂ കേട്ടോ. എൻ്റെ സ്കിന്നിന് അത് ഓക്കെ ആയിരുന്നു. പക്ഷേ നിങ്ങളത് ഒന്ന് ശ്രദ്ധിക്കണം. ചില സ്കിന്നുകാർക്ക് ഫ്രാഗ്രൻസ് ഉള്ള പ്രൊഡക്ട്സ് പറ്റാറില്ല. അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. നമ്മുടെ സ്കിന്നിന് നല്ലൊരു കാമിങ് എഫക്റ്റ് തരുന്ന ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു കൂളിംഗ് എഫക്റ്റൊക്കെ തരുന്നുണ്ട്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. ഞാൻ AM റൂട്ടീനിലും PM റൂട്ടീനിലും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാറുണ്ട്. ഈ ഒരു ടോണർ നമുക്ക് രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തേതെന്ന് പറയുന്നത് നമ്മൾ ഫേസ് വാഷൊക്കെ ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലേക്ക് കുറച്ച് ടോണർ എടുത്തിട്ട് അത് ഡയറക്റ്റ് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന രീതിയാണ്. ഒന്ന് പാറ്റ് ചെയ്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ കൂടാനൊക്കെ നല്ലതാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് നമ്മളൊരു കോട്ടൺ പാഡിലെടുത്തിട്ട് നമ്മുടെ ഫേസ് ആൻഡ് നെക്ക് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രീതിയാണ്. ഈ ഒരു ടോണർ യൂസ് ചെയ്യുമ്പോൾ കേട്ടോ ഞാനൊരു കോട്ടൺ പാഡിലെടുത്തിട്ട് എൻ്റെ ഫേസ് ആൻഡ് നെക്കൊക്കെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കുള്ളൊരു ബെനിഫിറ്റ് ഞാൻ കണ്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫേസ് വാഷ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും കുറച്ചൊക്കെ ഡേർട്സ് നമ്മുടെ പോസിലൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഓയിലി സ്കിന്നൊക്കെ ആകുമ്പോഴത്തേനും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ഈ കോട്ടൺ പാഡിലേക്ക് ബാക്കിയുള്ള ഡേർട്സും കൂടി ഇങ്ങോട്ട് പോരുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് നമ്മുടെ പോസൊക്കെ ഈ ഒരു ടോണർ എക്സ്ട്രാ ക്ലീൻ ആക്കാനായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യുന്നതാണ് എൻ്റെ സ്കിന്നിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്. ഈ ഒരു ടോണർ ചെറിയ രീതിയിലുള്ള ബ്രൈറ്റനിങ് എഫക്റ്റും കൂടി നമ്മുടെ സ്കിന്നിന് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോണർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫേസ് ഒന്നും വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു വാഷ് ഓഫ് ചെയ്ത് കളയുന്ന ടോണറല്ല. നമുക്ക് ബാക്കിയുള്ള നമ്മുടെ സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. സീറമോ മോയ്സ്ചറൈസറോ എന്താണെന്ന് വെച്ചാൽ അപ്ലൈ ചെയ്യാം. ഇനി വേറൊരു കാര്യം പറയാനുള്ളത്, ഇതൊരു ഹൈഡ്രേറ്റിംഗ് ടോണർ അല്ല കേട്ടോ. നമ്മളിപ്പോൾ കൊറിയൻ ടോണേഴ്സിൻ്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുവാണെങ്കിൽ മിക്ക ടോണേഴ്സിലും ഒരുപാട് ഹൈഡ്രേറ്റിംഗ് ആയിട്ട് വെക്കാനുള്ള, മോയ്സ്ചറൈസിങ് ആക്കി വെക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടാവും. പക്ഷേ ഇത് അത്രയ്ക്ക് ഹൈഡ്രേറ്റിംഗ് ടോണറല്ല. ഇതൊരു ബേസിക് ടോണറാണ്. നമ്മുടെ സ്കിന്നിന് ഒന്ന് നെക്സ്റ്റ് പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ടോണറാണ്. അപ്പോൾ ആ രീതിയിൽ മാത്രം ഇതെടുക്കുക. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ ബാക്കിയുള്ള സീറമോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തിട്ട് പോവുക. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ പാക്കേജിങ് തന്നെയാണ്. കാരണം നമ്മൾ ഈ ബോട്ടിൽ വാങ്ങിക്കുമ്പോൾ ഇതിനുള്ളിലായിട്ട് ഒരു സീൽ ഉണ്ടാവും. ആ സീൽ പൊട്ടിച്ച് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ ഈ ക്യാപ്പിട്ട് നമ്മളത് ടൈറ്റ് ചെയ്ത് വെക്കാനായിട്ട്. എന്നിട്ട് ഈ ഫ്ലിപ്പ് ടോപ്പ് ക്യാപ്പിൻ്റെ അതിലെ കൂടി നമുക്ക് പ്രൊഡക്റ്റ് ഡിസ്പേഴ്സ്ഡ് ആവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് ചരിച്ചൊന്നും എവിടെയും വെക്കാൻ പറ്റില്ല. നല്ല രീതിക്ക് ലീക്ക് ആവുന്നുണ്ട്. ഈവൻ ഇപ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് ദിവസത്തേക്ക് പോകണം, അപ്പോൾ ഒരു ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് സ്കിൻ കെയറിന് ഇതെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുന്ന കാര്യമല്ല. നന്നായിട്ട് ബാഗിൻ്റെ ഉള്ളിൽ ലീക്ക് ചെയ്ത് പോവും. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വേറൊരു ബോട്ടിലേക്ക് ഈ ഒരു ടോണർ ഒഴിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് ഈ ഒരു പാക്കേജിൻ്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒപ്പീനിയൻ. എന്നാലും ഞാനിങ്ങനെ വാങ്ങിച്ചിട്ടുണ്ടെയിരിക്കും. എൻ്റെ സ്കിന്നിന് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ആക്നിയുടെ കാര്യത്തിലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിൻ്റെ കാര്യത്തിലൊക്കെ സീബം കൺട്രോളിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ആക്നിയും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വരുന്നത് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സിൽ ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു ടോണർ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതിട്ട് നമ്മുടെ ഫേസിനൊക്കെ ഒന്ന് വൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമ്മളുടെ പോസിനകത്തൊക്കെയുള്ള ഡേർട്സൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിലൊരു സ്റ്റിക്കിനെസ് ഉണ്ടാവും കേട്ടോ. അതെല്ലാം ടോണറിനും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ രീതിയിൽ നമുക്ക് കുഴപ്പമില്ല, പോട്ടേന്ന് നമുക്ക് ഇഗ്നോർ ചെയ്തത് കളയാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റിക്കിനെസ് ഈ ഒരു പ്രൊഡക്റ്റിനും ഉണ്ട്. നമുക്ക് പിന്നെ അതിൻ്റെ പൊക്കത്തേക്ക് ബാക്കി പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് പോവാം. പിന്നെ പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ്
പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോഴത്തേനും നമുക്കൊരു കൂപ്പൺ കോഡ് കൂടിയിട്ടുണ്ട്. MCW10 എന്നുള്ളതാണ് നമ്മുടെ കൂപ്പൺ കോഡ്. ആ ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് 10% നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിന് ഓഫർ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കും കൂപ്പൺ കോഡും ഒക്കെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും പ്ലമ്മിൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിക്കുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കൂപ്പൺ കോഡും ലിങ്കൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും പ്രൊഡക്റ്റിനെ റിവ്യൂ ആണെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയുള്ള വീഡിയോ ആണ് കാണാൻ ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.